UDF തരംഗം ആഞ്ഞുവീശിയ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കയ്പമംഗലം നിയോജക മണ്ഡലം നിലനിർത്തി LDF. UDF സ്ഥാനാർത്ഥി TM നാസറിനെ 9944 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് CPIയുടെ വത്സരാജ് ഇടതുകോട്ട നിലനിർത്തിയത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ CPIയെ മാത്രം ജയിപ്പിച്ച മണ്ഡലമാണ് ഇത്. ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ വത്സരാജ് 65,448 വോട്ടുകൾ നേടിയപ്പോൾ പ്രധാന എതിർ സ്ഥാനാർത്ഥികളായ നാസർ 55,504 വോട്ടുകളും NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച BDJSന്റെ അതുല്യ ഘോഷ് 19,688 വോട്ടുകളും നേടി. കൊടുങ്ങല്ലൂർ താലൂക്കിലെ എടവിലങ്ങ്, എടത്തുരുത്തി, എറിയാട്, കയ്പമംഗലം, മതിലകം, പെരിഞ്ഞനം, ശ്രീനാരായണപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് കയ്പമംഗലം നിയമസഭാ മണ്ഡലം. 2008 നിയമസഭാ പുനർനിർണയത്തോടെയാണ് ഈ നിയമസഭാ മണ്ഡലം നിലവിൽ വന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ CPIയെ മാത്രം ജയിപ്പിച്ച മണ്ഡലമാണ് ഇത്. പുനർനിർണയത്തിന് ശേഷം 2011 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ CPIയുടെ VS സുനിൽകുമാർ വിജയിച്ചു. തുടർന്ന് 2016 2021 CPI ടിക്കറ്റിൽ മത്സരിച്ച ET ടൈസൺ മാസ്റ്റർ വിജയം ആവർത്തിച്ചു. പുനർനിർണയത്തിന് ശേഷം 2011 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ CPIയുടെ VS സുനിൽകുമാർ വിജയിച്ചു. തുടർന്ന് 2016 2021 CPI ടിക്കറ്റിൽ മത്സരിച്ച ET ടൈസൺ മാസ്റ്റർ വിജയം ആവർത്തിച്ചു. ഇത്തവണ TM നാസറിനെ UDF സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രാദേശികമായി വൻ പ്രതിഷേധം നിലനിന്നിരുന്നു. ബെന്നി ബെഹനാന്റെ നോമിനിയാണ് TM നാസർ എന്നായിരുന്നു പൊതുവെയുള്ള ആക്ഷേപം. കയ്പമംഗലത്ത് തന്നെ മിടുക്കന്മാരായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നിരവധി ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഇറക്കുമതി സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതെന്നായിരുന്നു പ്രാദേശിക വികാരം. ഇതും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചുവെന്നാണ് വിലയിരുത്തൽ. 2021 73,161 വോട്ടുകൾ നേടിയാണ് ET ടൈസൺ മാസ്റ്റർ ജയിച്ചത്. UDFിലെ ശോഭ സുബിൻ 50,463 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തി. NDA സഖ്യത്തിന്റെ ഭാഗമായ BDJS സ്ഥാനാർത്ഥി CD ശ്രീലാലിന് 9,066 വോട്ടുകൾ ലഭിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം.